നമസ്കാരം. നിങ്ങൾ എനിക്ക് പാലക്കാട് തന്നോളൂ, കേരളം ഞങ്ങൾ ഇങ്ങെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പാലക്കാട്, ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലെയും വയനാട് ലോക്സഭാ മണ്ഡലത്തിലെയും ഉപതെരഞ്ഞെടുപ്പുകളിൽ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളാകണം BJP നിർത്തേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പാലക്കാട് BJP പ്രവർത്തകർ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി ആര് നിന്നാലും ജയിക്കുമെന്ന് ഇതേ വേദിയിൽ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതിനോട് പ്രതികരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. യോഗ്യരായ സ്ഥാനാർത്ഥികളെ 3 ഉപതെരഞ്ഞെടുപ്പിലും നിർത്തേണ്ടത്. കെ സുരേന്ദ്രൻ, വി മുരളീധരൻ, കുമ്മനം രാജശേഖരൻ തുടങ്ങി BJPയുടെ സംസ്ഥാന നേതൃനിര ഒന്നാകെ വേദിയിൽ ഇരിക്കവെയായിരുന്നു സുരേഷ് ഗോപിയുടെ അഭിപ്രായ പ്രകടനം. തൃശൂരിലെ ജനതയോട് എത്ര പറഞ്ഞാലും തീരാത്തത്രയും നന്ദിയും കടപ്പാടുമുണ്ട്. തൃശൂർ എനിക്കിഷ്ടമാണ്, തൃശൂർ എനിക്ക് വേണം, എന്നിട്ടേ ഞാൻ പറഞ്ഞുള്ളൂ തൃശൂർ ഞാനിങ്ങ് എടുക്കുക എന്ന്. പക്ഷേ പാലക്കാട് എനിക്കത് മാറ്റി പറയേണ്ടി വരും. നിങ്ങൾ എനിക്ക് പാലക്കാട് തന്നോളൂ, കേരളം ഞങ്ങൾ ഇങ്ങെടുക്കും എന്നാണ്. ഉരച്ചു നോക്കാൻ വരുന്നവരുടെ എണ്ണം കൂടുന്നതനുസരിച്ചാണ് നമ്മുടെ വിജയമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അതേസമയം CPMനെ വീണ്ടും പ്രതിസന്ധിയിലാക്കി തൃശൂർ മേയർ MK വർഗീസ് സുരേഷ് ഗോപിയെ പ്രശംസിച്ച് രംഗത്ത് വന്നു. തൃശൂരിന് സുരേഷ് ഗോപി വൻ പദ്ധതികൾ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷയെന്ന് വർഗീസ് പ്രത്യാശ പ്രകടിപ്പിച്ചു. ജനം സുരേഷ് ഗോപിയെ വളരെ പ്രതീക്ഷയോടെ കാണുന്നുവെന്നും മേയർ MK വർഗീസ് പ്രസംഗത്തിനിടെ പറയുകയുണ്ടായി. വലിയ വലിയ സംരംഭങ്ങൾ സുരേഷ് ഗോപിയുടെ മനസ്സിലുണ്ടെന്ന് ബോധ്യപ്പെട്ടതായും മേയർ പറഞ്ഞു. ഇരുവരും പങ്കെടുത്ത ഒരു ചടങ്ങിലാണ് തൃശൂർ മേയർ കേന്ദ്രമന്ത്രി കൂടിയായ നടനെ പ്രശംസ കൊണ്ട് മൂടിയത്. തിരിച്ച് സുരേഷ് ഗോപിയും വർഗീസിനെ ഇതേ ഭാഷയിൽ പുകഴ്ത്തിയെന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. നേരത്തെയും സമാനമായ രീതിയിൽ വർഗീസ് സുരേഷ് ഗോപിക്ക് അനുകൂലമായ പ്രസ്താവനകൾ നടത്തിയിരുന്നു. തൃശൂർ അയ്യന്തോളിൽ നടന്ന കോർപ്പറേഷന്റെ അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടന ചടങ്ങിനിടെ സുരേഷ് ഗോപിയാണ് ആദ്യം പ്രസംഗിച്ചത്. പ്രസംഗത്തിലുടനീളം മേയറെ പുകഴ്ത്തിക്കൊണ്ടായിരുന്നു കേന്ദ്ര സഹമന്ത്രിയുടെ സംസാരം. മേയറെ ആദരിക്കാനും സ്നേഹിക്കാനും മാത്രമാണ് തോന്നുന്നത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. തന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായ രാഷ്ട്രീയമാണെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി ഫണ്ട് വിനിയോഗിച്ച മേയറെ ആദരിക്കാനും സ്നേഹിക്കാനും മാത്രമാണ് തോന്നുന്നത്. MK വർഗീസിനെതിരെ നിൽക്കുന്നത് ആരാണെന്ന് ജനത്തിനറിയാം. അവരെ ജനങ്ങൾ കൈകാര്യം ചെയ്താൽ മതിയെന്നും സുരേഷ് ഗോപി പ്രസംഗത്തിനിടെ പറഞ്ഞു. ഇതോടെ ഇടത് കേന്ദ്രങ്ങളിൽ ഇക്കാര്യം വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്ന് ഉറപ്പായി. നേരത്തെ തന്നെ തൃശൂരിലെ ഞെട്ടിക്കുന്ന തോൽവിക്ക് പിന്നാലെ മേയറുടെ നിലപാടുകളുമായി ബന്ധപ്പെട്ട് CPI ഇടഞ്ഞിരുന്നു. തൃശൂരിലെ തിരഞ്ഞെടുപ്പ് തോൽവിയിൽ മേയറുടെ സുരേഷ് ഗോപി അനുകൂല നിലപാടുകൾ വലിയ തിരിച്ചടിയായി എന്നായിരുന്നു CPI വിലയിരുത്തൽ. ഇത് മുന്നണിയിൽ ശക്തമായി അവർ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ CPM MK വർഗീസിനെ വിളിപ്പിക്കുകയും ഇക്കാര്യത്തിൽ വിശദീകരണം തേടുകയും ചെയ്തിരുന്നു. CPM ജില്ലാ സെക്രട്ടറി ആയിരുന്നു വിശദീകരണം തേടിയത്. ഇതിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട മേയർ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചിരുന്നു. തനിക്ക് സുരേഷ് ഗോപിയോട് പ്രത്യേക ആഭിമുഖ്യം ഒന്നുമില്ലെന്നായിരുന്നു മേയറുടെ മറുപടി. മേയർ എന്ന നിലയിലുള്ള തന്റെ ചുമതല വികസനം കൊണ്ടുവരിക എന്നതാണെന്നും നാടിന്റെ വികസനത്തിന് സർക്കാരുകളുടെ സംഭാവനയുണ്ടാകും, അത് കേന്ദ്രമോ സംസ്ഥാനമോ ആവാമെന്നും MK വർഗീസ് അഭിപ്രായപ്പെട്ടിരുന്നു. ഇത് കെട്ടടങ്ങും മുൻപാണ് വീണ്ടും സുരേഷ് ഗോപിയെ പുകഴ്ത്തിക്കൊണ്ട് MK വർഗീസ് രംഗത്ത് വന്നിരിക്കുന്നത്.